ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ ഞങ്ങൾക്കും ഇവിടെ സുഖമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഒരു 12 മണിയൊക്കെ കേൾക്കണം കേട്ടോ. മക്കളൊക്കെ പോയി ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ചോറൊക്കെ വന്നിക്കണേ. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് ബോട്ടി കിട്ടീനി കേട്ടോ. ബോട്ടി നമ്മളെ ഇളച്ചൻ്റെ കടയിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. അനിയത്തിൻ്റെ ഭർത്താവ് ഓന് ഇതാണല്ലോ, ബീഫിൻ്റെ കച്ചവടമാണല്ലോ. ബോട്ടി പിന്നെ കട്ട് ചെയ്തിട്ടോ തന്നത്. അപ്പം നല്ലോണം ക്ലീൻ ചെയ്തിട്ട് ഞാൻ തിളപ്പിച്ച് ഊറ്റി വെച്ചിനി. അപ്പം അതിൻ്റെ കൊഴുപ്പൊക്കെ ഒന്ന് പൊയ്ക്കോട്ടെ വിചാരിച്ചുകൊണ്ട് എന്നിട്ട് ഞാൻ ഒരു കുക്കർക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ടോ. അപ്പം എൻ്റെ അപ്പുറം ആദ്യം ഉറങ്ങുകയാണ് ഞാൻ ഈ വോയിസ് കൊടുക്കുമ്പോൾ. രണ്ടാളും നല്ല കുറുക്കം വലിയ. അപ്പം അതിൻ്റെ സൗണ്ട് ഇതിലിങ്ങനെ പെടുന്നുണ്ട് തോന്നണേ. അപ്പം എല്ലാവരും ഒന്ന് ക്ഷമിക്കട്ടോ. അപ്പോൾ ഞാനൊരു 2 സ്പൂണ് മുളകും പൊടി ഇട്ടെടുത്ത് ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടെടുത്ത് ഒരു 3 സ്പൂണ് മല്ലിപ്പൊടി ഇട്ടെടുത്തു. പിന്നെ നമ്മൾ പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഇട്ടെടുത്തങ്ങാണ്ട് പിന്നെ പാകത്തിന് ഉപ്പിട്ടെടുത്ത് നല്ലോണം കൈ വെച്ചങ്ങാണ്ട് നല്ലോണം മിക്സ് ചെയ്യുക. അപ്പോൾ കല്ലുപ്പാണ് ഇട്ട് കൊടുത്തത്. കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ടെടുത്തേക്കണം. അപ്പോൾ നമ്മൾ തിളപ്പിച്ച് ഇട്ടുകൊണ്ട് വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവില്ല. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചങ്ങാണ്ട് വേണം നമ്മൾ കുക്കറിൽ വേവിച്ചെടുക്കാൻ. ബോട്ടിക്കൊക്കെ നല്ല വേവാണല്ലോ. ഇനി ചതവും കാര്യങ്ങളൊക്കെ നമുക്ക് ഇത് വെന്തിട്ട് ഉള്ളിയൊക്കെ വഴറ്റിങ്ങാണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെ അപ്പിട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ല കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. നമുക്കിതൊക്കെ കുറച്ച് വെള്ളം ഒഴിച്ചങ്ങാണ്ട് കുക്കറിൽ ഒരു 3-4 വിസിൽ വേവിച്ചെടുക്കാം കേട്ടോ. ഓരോരോ കുക്കറിനും വിസിലിൻ്റെ ചിലത് എണ്ണം കൂടും, ചിലത് എണ്ണം കുറയും. അപ്പം എൻ്റെ കുക്കറിന് ഒരു 4 വിസിൽ വേവിച്ചെടുക്കണം. 4 വിസിൽ അടിച്ചിട്ട് പിന്നെ ഒരു 5 മിനിറ്റ് സിമ്മിലിട്ടുങ്ങാണ്ട് ഞാൻ ഓഫാക്കും കേട്ടോ. അപ്പോൾ ബോട്ടി കറി എങ്ങാണ്ടല്ലോ കേട്ടോ വെക്കണേ, ഗ്രേവി എങ്ങാണ്ടാണ് വെക്കണത്. അപ്പം തക്കാളി താളിച്ച കറിയായിട്ട് വിചാരിച്ച് പിന്നെ ഉപ്പേരിയൊക്കെ ഉണ്ട് മക്കൾക്ക് കൊടുത്തയച്ചതിൻ്റെ ബാക്കി. അപ്പം അങ്ങനെ അതൊക്കെ അടുപ്പത്ത് വെച്ചു. അത് വേവട്ടെ. ആ നേരം കൊണ്ട് നമുക്ക് ഉള്ളിയൊക്കെ കട്ട് ചെയ്താൽ. അപ്പോൾ ഞാനൊരു 3-4 ഉള്ളി എടുത്തേക്കണം കേട്ടോ. ഇതൊക്കെ ഉള്ളിയാണ് അധികം വേണ്ടത്. മക്കളൊക്കെ അംഗൻവാടിക്ക് പോയാലേ പിന്നെ ഒരു ഒച്ചയും പുളിയൊന്നും ഉണ്ടാവില്ല. പിന്നെ വീടൊക്കെ ഉറങ്ങിക്കൊണ്ടേ കാലം പിന്നെ അത് ഉണരണമെങ്കിൽ ഓല് വരണം. ചെറിയ സവാള ആയതുകൊണ്ടേ ഒരു 4-5 സവാള എടുത്തേക്കണം ഞാൻ. അപ്പോൾ നമ്മളെ സ്ലൈസർ ഉണ്ടല്ലോ അതിലിട്ടുകൊണ്ട് നല്ലോണം കട്ട് ചെയ്തെടുക്കുക. ഞാൻ വീഡിയോ ഇടാൻ എനിക്ക് കുറച്ച് സാധനം പർച്ചേസ് ചെയ്യാണ്ടായി. ഈ കേക്കിൻ്റെ സാധനങ്ങളൊക്കെ അത് വാങ്ങാൻ പോയി. അങ്ങനെ എഡിറ്റ് ചെയ്യാനും ഇതിനൊന്നും എനിക്ക് സമയം കിട്ടില്ല. അപ്പോൾ അങ്ങനെ മിഞ്ഞാന്ന് വീഡിയോ കട്ടാക്കി. ഇന്നലെ പെട്ടെന്ന് ഇവിടുത്തെ നാണിപ്പാക്കാൻ്റെ അനിയത്തി പെട്ടെന്ന് മരണപ്പെട്ടു. അപ്പം അങ്ങനെ ഇന്നലെ ഇട്ടില്ല. അപ്പോൾ ഇന്ന് വീഡിയോ കൊണ്ടുവന്നതാ കേട്ടോ. അപ്പോൾ 2 ദിവസം ആയല്ലോ. എല്ലാവരും ചോദിക്കുന്നുണ്ട് എന്താ വീഡിയോ ഇടാത്തത് ഇറങ്ങാൻ. അപ്പോൾ എല്ലാവരും ചോദിക്കുമല്ലോ സുഖമില്ലായ എന്തെങ്കിലും ഉണ്ടോ, അതുകൊണ്ടാണ് 2 ദിവസം. ഞാൻ ഒരു ദിവസമൊക്കെ ഇടാതൊക്കെയുണ്ട്. 2 ദിവസം ആദ്യമായിട്ടാണ് എന്നും വീഡിയോ ഇടുന്നതല്ലേ. അപ്പോൾ പിന്നെ എല്ലാവരും ചോദിക്കുമല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് കാരണം കേട്ടോ. അപ്പോൾ ഞാൻ ചട്ടിക്ക് അടുപ്പത്ത് വെച്ച് ചട്ടി ചൂടായപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്ത് വെളിച്ചെണ്ണ ചൂടായപ്പം കട്ട് ചെയ്ത ഉള്ളി ഇട്ടെടുത്തിട്ടോ. അപ്പോൾ ഉള്ളി പെട്ടെന്ന് വാടി വരാൻ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ വോയിസ് കൊടുക്കുമ്പോൾ എന്തൊരു സൗണ്ട് പുറത്ത് ചെറുതാണെങ്കിലും ഇങ്ങോട്ട് വോയിസ് കൊടുക്കുമ്പോൾ അത് ഇങ്ങോട്ട് നല്ല സൗണ്ടിൽ കേൾക്കും. അങ്ങനെ ഉള്ളി കുറച്ചൊക്കെ വാടി വന്നപ്പോൾ ഞാൻ കറിവേപ്പിൻ്റെ ഇല ഇട്ടെടുത്തു. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ അത് ഞാൻ ക്യൂബാക്കി വെച്ചിരിക്കണേ, അതിട്ട് കൊടുക്കണം. അപ്പോൾ ഒന്നും കൂടി ഈ ഉള്ളി ഒന്ന് വാടിയിട്ട് വേണം അതിട്ട് കൊടുക്കാൻ. പിന്നെ തക്കാളി ഇട്ട് കൊടുക്കണില്ല കേട്ടോ. അതൊക്കെ ഞാൻ ബോട്ടിയൊക്കെ വേവായിട്ട് ഞാൻ ഓഫ് ചെയ്തിട്ടിരിക്കണ്. അപ്പോൾ അങ്ങനെ ഉള്ളി വാടി വന്നപ്പോൾ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു കട്ടിട്ട് കൊടുത്തു കേട്ടോ. അത് നമ്മളെ ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നാണ് എന്ത് കറികൾ ഉണ്ടാക്കാനും വേഗമുണ്ട്. പിന്നെ മസാലപ്പൊടികളൊക്കെ നമ്മൾ അതിൽ ചേർത്തിക്കണമല്ലോ. എന്നാലും ഞാൻ 1 സ്പൂണ് പിന്നെ ഗരം മസാലയും 1 സ്പൂണ് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്ത്. അപ്പോൾ ഈ പൊടികളെ പച്ചമണം മാറോളം നല്ലോണം വഴറ്റി കൊടുക്കുക. ഇനി നമുക്കിത് കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. ശരിക്ക് ബോട്ടിയിൽ കുരുമുളകും നല്ല ജീരകം ഇട്ട് കൊടുക്കണം അല്ലേ. ഞാൻ പിന്നെ നല്ല ജീരകം ഇട്ട് കൊടുത്തിട്ടില്ല. അത് സത്യത്തിൽ മറന്നു പോയത്. അതും കൂടി ഇട്ട് കൊടുക്കണ്ടേനി. നമുക്കിതൊക്കെ വേവിച്ച് വെച്ച ബോട്ടിണ്ടല്ലോ അത് ഇട്ടുകൊണ്ട് നല്ലോണം മിക്സ് ചെയ്യൽ. കുറച്ച് വെള്ളം ഉണ്ട് കേട്ടോ, നല്ലോണമൊന്നുമില്ല, കുറച്ചുള്ളൂ. പിന്നെ ഞാൻ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ച് കൊടുക്കണം കേട്ടോ ചൂടാക്കിയിട്ട്. അല്ലാതെ അതിൽ വെള്ളം കമ്മിയാണ്. അപ്പോൾ കുറഞ്ഞ ഗ്രേവിയിലാവും വേണമല്ലോ. അപ്പോൾ നിങ്ങളൊക്കെ ബോട്ടി ഇട്ടുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാക്കൽ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യേണ്ടി കേട്ടോ. പലരും പല രീതിയിലെല്ലാം ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ അപ്പുറത്ത് ഉള്ളിയൊക്കെ തൂമിച്ചങ്ങാണ്ടേക്ക് തക്കാളിയൊക്കെ ഇട്ടെടുത്തുകൊണ്ട് കേട്ടോ താളിച്ചാൻ വേണ്ടിങ്ങാണ്ട്. ചിലവർ ബോട്ടി കഴിച്ചൂലല്ലേ. കഴിക്കാത്തവരൊക്കെ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യണ്ടി. ചിലവർക്കാണെങ്കിൽ നല്ല ഇഷ്ടമായി കാരം. അതേപോലെ ഇഷ്ടമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണ്ടി കേട്ടോ. അപ്പോൾ നമ്മൾ ബോട്ട് റെഡിയായി കേട്ടോ. അതേപോലെ അപ്പുറത്ത് താളിപ്പ് റെഡിയായി കൊണ്ട് നിൽക്കുകയാണ്. ഇനി കഞ്ഞിവെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കണം. തക്കാളിയൊക്കെ വാട്ടിങ്ങാണ്ട് അങ്ങനെ വെച്ചിക്കണേ. പിന്നെ നമുക്ക് കുറച്ച് പപ്പടം പൊരിച്ചെടുക്കണം. അപ്പോൾ ഞാൻ കുറച്ച് മല്ലിയില ഇട്ടെടുത്തുക്കണം. ബീഫാണെങ്കിലും ബോട്ടി ആണെങ്കിലും അതേപോലെ ചിക്കൻ ആണെങ്കിലൊക്കെ മല്ലിയില ഇട്ടെടുക്കുമ്പോൾ അതിനായിട്ടുള്ള ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. ഇപ്പം നമ്മളെ ബോട്ടിക്കറി സെറ്റായി. ഇവിടെ എൻ്റെ വലിയവന് വല്ലാതെ ഇഷ്ടമല്ല ബോട്ടി. ഓനങ്ങനെ കഴിക്കൂല. മറ്റവർക്കൊക്കെ ഇഷ്ടമാണ്.
അങ്ങനെ തക്കാളിയൊക്കെ നല്ല ഉടഞ്ഞിട്ട് വേണം നമുക്ക് കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കാണ്. അപ്പോൾ ഞാൻ ഉള്ളിയും വെളുത്തുള്ളിയും ചീരുള്ളിയും അരിഞ്ഞ് തൂമിച്ചിട്ട് അതിലേക്ക് തക്കാളി ഇട്ട് കൊടുത്തേക്കാണ് കേട്ടോ. കാന്താരി കട്ട് ചെയ്തിട്ടൊന്നുമില്ല, അങ്ങനെ ഇട്ട് കൊടുത്തേക്കാണ്. അപ്പോൾ നല്ലോണം ഉടഞ്ഞ് വന്നേക്കണം. നമുക്ക് കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പം നമ്മളെ താളിപ്പൊക്കെ സിമ്പിളാണല്ലേ. എന്താ പറയുക, മുരിങ്ങാ താളിപ്പും തക്കാളി താളിപ്പും പപ്പടം താളിപ്പൊക്കെ. ബീഫും ചിക്കനും അങ്ങനെ വരട്ടൊക്കെ ആണെങ്കിൽ അതിലേക്ക് താളിപ്പ് തന്നെയാണ് രസം. തേങ്ങ അരച്ച് കറിനേക്കാട്ടിലും രസം താളിപ്പ് തന്നെയാണ്. അപ്പം അങ്ങനെ താളിപ്പും റെഡിയാക്കണേ. അപ്പം നമുക്ക് ചോറ് കഴിക്കട്ടെ. അപ്പം എല്ലാവരും ചോറ് കഴിക്കാൻ വന്നിക്കണം. മോനും ഇല്ല കേട്ടോ, മോനും എത്തിയിട്ടില്ല. അപ്പം ഞാനും നാണിപ്പാക്കും ചോറ് കഴിക്കുകയാണ്. അപ്പം നമ്മൾ ആ ബോട്ടി വരട്ടെന്ന് പേരിടല്ലേ. തക്കാളി താളിപ്പും അതേപോലെ ഉപ്പേരി ഉണ്ടാക്കിനി, ബീട്രൂട്ടിൻ്റെ കുറച്ച് തോരണ്ടായിനി, അതും വെച്ച് കൊടുത്ത്. അതേപോലെ നമ്മളെ പപ്പടം പൊരിച്ചതും കുട്ടിങ്ങാണ്ട് ഞങ്ങൾ ചോറ് കഴിക്കട്ടെ കേട്ടോ. അങ്ങനെ ഞങ്ങളെ ചോറയൊക്കെ കഴിഞ്ഞ് പിന്നെ 3 മണിയൊക്കെ ആയപ്പോൾ മക്കളെ കൊണ്ടുവരാൻ മോന് പോയിക്കണം കേട്ടോ. അപ്പോൾ താഴെ വണ്ടി നിർത്തിങ്ങാണ്ട് ഒരാളെ തലയിലും ഒരാൾ താഴെയൊക്കെ വെച്ചുങ്ങാണ്ടോ അങ്ങനെ വരികയാണ്. ഈ ആദൂനാണ് ഭയങ്കര മടി നടക്കാൻ. ഈ ആദെന്ന് പറഞ്ഞാൽ ആദൂനൊരു കൊഞ്ചലാണ്. ഓന് മറ്റോനെക്കാട്ടിൽ എന്താ പറയുക, ആര് ആണെങ്കിലും ഒരു ഒട്ടലും ഒരു കൊഞ്ചലൊക്കെ എന്താ ആദിക്ക് അങ്ങനെ ഉണ്ടില്ല. അപ്പോൾ ഓനെല്ലാവരും എടുക്കണം, മോനെ കൊഞ്ചിച്ചണം, അങ്ങനെയാണ് മോൻ്റെ അവസ്ഥ. പിന്നെ വന്ന് ഓലെ മേലേകലും ചായയുടെയൊക്കെ കഴിഞ്ഞ് പിന്നെ കടയ്ക്ക് താഴത്തേക്ക് പോയിക്കണം കേട്ടോ. അപ്പം താഴത്തേക്ക് പോയാൽ അവിടെ എന്തെങ്കിലും വലിച്ചിട്ടും കണ്ട് പണി ഉണ്ടാക്കും. അപ്പം നാണിപ്പാക്കണ്ട് ഓലെ വന്ന് കൊണ്ടുപോയിക്കോർന്ന് വിളിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഓലെ കൊണ്ടുവരാൻ വേണ്ടി കടയ്ക്ക് പോയതാണ്. കുളിയൊക്കെ കഴിഞ്ഞ് പോയതാണ്. ഞാൻ ആകെ ചളിയാക്കിയിട്ട് വരും. അപ്പോൾ അവിടെ പോയപ്പം പുതിയ മോഡൽ ഐറ്റംസ് ഒക്കെ വന്നതൊക്കെ ഒന്ന് ഞാൻ അങ്ങനെ നോക്കൂട്ടോ. നമ്മൾ പെണ്ണുങ്ങളെ അവസ്ഥ ഇതാണല്ലോ. എന്ത് പാത്രങ്ങളാണെങ്കിലും കിച്ചണിക്കുള്ള എന്ത് ഐറ്റംസ് ആണെങ്കിലും കണ്ടാലൊന്ന് നോക്കിയിട്ടും തൊട്ടിട്ടൊക്കെ ഒന്നല്ലേ പോവുള്ളൂ. അപ്പം അങ്ങനത്തെ ടർക്കിയാളും കാര്യങ്ങളും ഒക്കെ ഇതിൻ്റെ വലുതേനി. അപ്പോൾ ചെറുതും വന്നിക്കണം. അതേപോലെ കടുക് പാത്രം, അങ്ങനെ ഓരോരോ ഐറ്റംസ് പുതിയത് ഇങ്ങനെ വന്നിക്കണം. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിങ്ങാണ്ട് പോകുന്ന അവിടുന്ന്. ഞോലെ രണ്ടാളെയും വലിച്ച് മേലൊക്കെ കൊണ്ടുപോകണമെങ്കിൽ നല്ല പണി തന്നെയാണ്. ഇവിടെ വന്നാൽ പോന്ന് കിട്ടൂല രണ്ടും. ഓൻ കണ്ട റോട്ടിലേക്കാണ് പോണത്. അപ്പോൾ പൊടിച്ച് വലിച്ച് കൊണ്ടുപോകുക മേലക്ക്, അല്ലാതെ പോരൂലേ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരനെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ കാണാം. അസ്സലാമു അലൈക്കും.